ഹൗ ടു ഡു എ ഡോണറ്റ്. അപ്പോൾ നമ്മൾ ഒരു 320 അല്ലെങ്കിൽ ഒരു 3 സീരീസ് എടുത്ത് നിങ്ങളെല്ലാം അറിഞ്ഞു കാണില്ല. നമ്മളൊരു വീഡിയോ ഒക്കെ ഇട്ടായിരുന്നു, നമ്മൾ റോഷോയിൽ വെച്ചിട്ട് ലോഞ്ച് ചെയ്തില്ലേ. അപ്പോൾ അന്ന് ലൈക്ക് ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു ഇതിൻ്റെ ഒരു ഫുൾ ഇൻഡെപ്ത് വീഡിയോ ഞാൻ 2-3 മാസം ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ അടുത്ത് പറയാമെന്നുള്ളത്. അതിനു മുമ്പ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരേണ്ട ഒരു കാര്യമുണ്ട്. ഞാനന്ന് പറഞ്ഞായിരുന്നു, ഞാൻ ലൈക്ക് 3 സീരീസിലേക്ക് പോയതിൻ്റെ മേജർ റീസൺ എന്ന് പറയുന്നത് റിയർ വീൽ ഡ്രൈവ് ആണ്. നമുക്ക് ഡ്രിഫ്റ്റ് അല്ലെങ്കിൽ ഡോണറ്റ്സ് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ വണ്ടി ചൂസ് ചെയ്യുന്നത് പറഞ്ഞായിരുന്നു അല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ ഈ വണ്ടിയുടെ ഒരു ഇൻഡെപ്ത് റിവ്യൂവിനൊക്കെ മുമ്പ് നിങ്ങളുടെ അടുത്ത് ലൈക്ക് ഹൗ ടു ഡു എ ഡോണറ്റ് അല്ലെങ്കിൽ ഒരു ചെറിയ രീതിയിൽ റിയർ ഡ്രിഫ്റ്റ് ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ പഠിപ്പിച്ചു തരാം. റിയർ വീൽ ഡ്രൈവ് വണ്ടി ഉള്ളവർക്കുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക, വളരെ ഫണ്ണാണ്. ആൻഡ് ഓൾസോ ഇത് നമ്മളിപ്പോൾ പലരും കാണിച്ചുള്ള റോഡിലൊന്നും പോയി കാണിച്ചേക്കരുത്. ഇത് നമ്മുടെ തന്നെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലാണ് നിങ്ങൾക്കിത് പഠിപ്പിച്ചു തരുന്നത്. അപ്പോൾ കീ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, നമ്മൾ കീലെസ് എൻട്രി ആണ്. നമ്മൾ പോക്കറ്റിലിട്ടേക്കുക, വണ്ടിക്കകത്തോട്ട് കയറുക. സീറ്റിങ്ങും ഒക്കെ എൻ്റെ ഒരു പൊസിഷനിൽ തന്നെയാണ് വെച്ചേക്കുന്നത്. അപ്പോൾ നല്ല ചൂടാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്തേക്കാം. വണ്ടി സ്റ്റാർട്ടായി. ഇതാണ് ഇവൻ്റെ ഇൻറ്റീരിയർ. അപ്പം അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോ ഇട്ടപ്പോൾ പലരും പറഞ്ഞു പല വണ്ടിയാണെന്നുള്ളത് അല്ലേ. അല്ല കേട്ടോ, ഇത് ഫുള്ള് കംപ്ലീറ്റ്ലി ഡിജിറ്റൽ ക്ലസ്റ്ററാണ് ഈ ഒരു 2018 മോഡലിന് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ മോഡ് മാറ്റുന്നതനുസരിച്ചിട്ട് നമ്മുടെ മീറ്റർ ചേഞ്ച് ചെയ്യും. അത് ഞാൻ ജസ്റ്റ് ഒരു ക്ലാരിഫിക്കേഷൻ വേണ്ടി പറഞ്ഞെന്നുള്ളൂ. ഇതാണ് ഇവൻ്റെ ഗിയർ. നമ്മൾ ലൈക്ക് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യും. ന്യൂട്രലാണെങ്കിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് താഴ്ത്തിട്ട്, ഇനി അതും വേണ്ട, ന്യൂട്രലാണെങ്കിൽ വേണമെന്നില്ല, ജസ്റ്റ് പ്രസ് ചെയ്താൽ ഡ്രൈവിലേക്ക് വിടും. നമ്മളെപ്പോൾ ഓഫ് ചെയ്യുമ്പോൾ പാർക്ക് ഇടും. അത് പാർക്കിൽ നിന്ന് മാറണമെങ്കിൽ ഇതിലൊന്ന് പ്രസ് ചെയ്യണം. ഡ്രൈവ് ഇട്ടു, മാനുവലൊന്നും നോക്കണ്ട. നമ്മൾ താണ്ട് ഇവിടുന്ന് നമുക്ക് ഏറ്റവും വേണ്ട എന്താണ് ലൈക്ക് സ്പോർട്സ് പ്ലസ് മോഡ് ഇട്ടു. ലൈക്ക് അതിന് മുമ്പ് നമ്മൾ ഡ്രിഫ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഈ ഗ്രൗണ്ട് ജസ്റ്റ് ഒന്ന് എപ്പോഴും എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കും, എന്തെങ്കിലും ഇറഗുലാരിറ്റി ഉണ്ടോ, കല്ലുണ്ടോ. കല്ലൊക്കെ ഉണ്ടെങ്കിൽ വേണ്ടിയിട്ട് സാധനം ഗിയർ എല്ലാം അടിച്ചു പോട്ടോ, തെറിച്ച് വന്നു. അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലാരിറ്റി വരുത്തുക, ഈ റോഡ് എങ്ങനെയുണ്ട്, റോഡ് ഓക്കെ ആണോ എന്നുള്ളത്. അതിൽ നമ്മൾ ചെയ്യുമ്പോൾ സർഫസ് ഓക്കെ ആണോ എന്നുള്ളത്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ലൈക്ക് നമ്മൾ ഡ്രിഫ്റ്റിങ്ങിൻ്റെ പ്രോസസ്സിലേക്ക് പോകുമ്പോൾ റിയർ വീൽ ഡ്രൈവ് വണ്ടിയാണല്ലോ. നമ്മൾ ശരിക്കും ത്രോട്ടിൽ അല്ലെങ്കിൽ സ്റ്റിയറിംഗ് ഒരു സൈഡിലേക്ക് വയ്ക്കും. ലൈക്ക് ഇങ്ങനെയാണ് നമ്മുടെ സ്റ്റിയറിംഗ് ഇപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ ബാക്ക് ലൈക്ക് ഫുൾ പെഡൽ കൊടുക്കുമ്പോൾ എന്ത് പറ്റും, ബാക്ക് വീല് ഇങ്ങോട്ട് സ്പിന്നാവും. അപ്പോൾ അതിന് നമ്മൾ കൗണ്ടർ സ്റ്റിയർ ചെയ്ത് തിരിച്ച് പിടിക്കുന്നതാണ് ലൈക്ക് ആക്ച്വലി ഇതിൻ്റെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. ത്രോട്ടിലാണ് കൺട്രോള്. അപ്പോൾ ഞാൻ ചെറിയൊരു ഗ്ലോസ്റ്റർ ചെയ്തപ്പോൾ പലരും പറഞ്ഞു ഞാൻ എൻ്റെ ഓൾട്ടോയിൽ ചെയ്യും, ഞാൻ കാർബണിൽ സ്ലൈഡ് ചെയ്യും. അതിന് സ്ലൈഡിങ് എന്നാണ് പറയുന്നത്. അത് ബാക്ക് റിയർ വീൽ ഹാൻഡ് ബ്രേക്ക് വലിക്കുമ്പോൾ നമുക്കത് സ്ലൈഡ് ആവും. പ്രോപ്പറായിട്ട് ഡോണറ്റ് എടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു റിയർ വീൽ ഡ്രൈവ് വണ്ടി വേണം. അപ്പോൾ നമ്മൾ ജസ്റ്റ് സ്പോർട്സ് പ്ലസിലേക്ക് ഇട്ടു. അപ്പോൾ ഓൾറെഡി ഒരു പാർഷ്യൽ DSG ഓഫാണ്. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാണെങ്കിൽ ബാക്കിൽ വണ്ടിയൊന്നുമില്ല. ഇത് കേരളത്തിലെടുത്തുണ്ടോ, പക്ഷേ എന്നാലും പ്രോപ്പർലി അവൻ പിടിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് DSG പിടിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രോപ്പർലി അത് ഓഫല്ല. അപ്പോൾ നമ്മളത് ഓഫ് ആക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ഇതിൽ കുറച്ച് നേരം കൂടെ പ്രസ് ചെയ്ത് പിടിക്കുമ്പം DSG ഓഫ് എന്ന് പറഞ്ഞ് കാണും. ഇപ്പോൾ ഇത് സ്റ്റോപ്പായത് എൻജിൻ ഓട്ടോ സ്റ്റോപ്പ് ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ ലൈക്ക് ഞാൻ തന്നെ സ്റ്റിയറിംഗ് കൈ പിടിച്ചിട്ട് ചെയ്യുന്നില്ല. ഐ വിൽ ആസ്ക് ലിജോ ടു ജോയിൻ. അപ്പോൾ അവൻ നമ്മുടെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂവിൽ കാണിച്ചു തരും. ഇപ്പോൾ നമ്മുടെ ലിജോ കയറിയിട്ടുണ്ട്. ഞാൻ AC ഒക്കെ ചുമ്മാ ഓഫ് ചെയ്ത്, AC ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മുടെ സ്ഥലമാണെങ്കിലും നാട്ടിലാരെങ്കിലും ഉണ്ടോ എന്നൊക്കെ നോക്കുക. ഇത് കേരളത്തിലല്ല. ഞാൻ പറഞ്ഞാൽ വേണ്ട, സ്റ്റിയറിംഗ് ഒരു ഇതിലേക്ക് ഫുൾ വെച്ചു. DSG ഓഫാണ്. ഞാൻ ഡ്രിഫ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, ജസ്റ്റ് ഒന്ന് റൗണ്ടൊന്ന് എടുത്തു, കുറച്ചുകൂടെ സ്പേസ് കൊടുത്താൽ ഇല്ലെങ്കിൽ വണ്ടി പുറത്തു ഫുൾ പെടൽ. ഇതിപ്പോൾ ഞാൻ ഓവർലി ആക്സിലേഷൻ കൊടുത്തു, അതുകൊണ്ടാണ് വണ്ടി ഫുള്ള് കറങ്ങിയത്. ഞാൻ ലൈക്ക് അതിൽ കൺട്രോൾ ചെയ്തില്ല. ഇതിപ്പോൾ ഒന്നുകൂടെ നോക്കിയാൽ നിങ്ങൾ തന്നെ നോക്കി, ഞാൻ ഗിവിങ് ഇൻ ത്രോട്ടിൽ ബാക്ക് സ്ലൈഡായി. ഞാൻ തിരിച്ചു പിടിക്കാൻ നോക്കി, തിരിച്ചു പിടിച്ചില്ല, വണ്ടി കറങ്ങി. ഓക്കെ, നമുക്ക് അവിടെ നിന്നും കഴിഞ്ഞു പോയി. ഓക്കെ, സുന്ദര കാണിച്ചു തരാം. ഇത് നമ്മൾ വിചാരിക്കുന്നിടത്തേക്ക് നമുക്ക് വണ്ടീനെ കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്. അതാണ് കൺട്രോളിൽ തന്നെ. ഇപ്പോഴും പ്രോപ്പർലി കൺട്രോൾഡ് അല്ല. റോഡ് ഇച്ചിരി ഇറഗുലർ ആയതുകൊണ്ട് എനിക്കൊരു പേടി, വണ്ടിക്ക് വല്ലതും പറ്റുമോ എന്നുള്ള. കണ്ടോ, ഇതാണ് പ്രോപ്പർ വേ ഓഫ് ഡ്രിഫ്റ്റിംഗ് എന്നാണ് ഡോണറ്റ്സ് എന്നാണ് പറയുന്നത്, എനിക്കറിയത്തില്ല. ഇതാണ് പ്രോപ്പർ വേ ഓഫ് ഡോണറ്റ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടുന്ന് ഒന്നുകൂടെ കറക്കി കാണിച്ചു തന്നാൽ ഇതുണ്ടാവും. കണ്ടോ, ഇവിടുന്ന് നമ്മൾ ഫുൾ പെഡൽ കൊടുത്താൽ നമുക്ക് വളഞ്ഞു കിട്ടും. കണ്ടോ, ദിസ് ഈസ് ദ വേ ഓഫ് ഡ്രിഫ്റ്റിംഗ് ഓർ ഡോണറ്റിംഗ്. ഈ ഒരു ഗ്രൗണ്ടിലുണ്ട്, ഇവിടെ കൂടെ ഒന്ന് കറക്കിയിട്ട് അങ്ങോട്ട് പോകാം. ഇതൊരു നല്ല ഗ്രൗണ്ട്, പക്ഷേ ഇവിടെ പിള്ളേർ കളിക്കുന്നതായതുകൊണ്ടാണ് നമ്മൾ
അടുത്ത് ഒന്നുകൂടെ കറക്റ്റ് കാണിച്ചു തരാം. പുള്ളിക്ക് പ്രശ്നമൊന്നുമില്ല, കൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ അതാണ്ട് ഒന്നുകൂടെ ഞാൻ കാണിച്ചു തരാം.